നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ജൂലൈ 1 തീയതി മുതൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന 10 നക്ഷത്ര ജാതകരുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും ഭാരങ്ങളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ഈ 10 നക്ഷത്ര ജാതകർക്ക് ജൂലൈ 1 തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായി വ്യാഴം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ലഭ്യമാകും. ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും എല്ലാ കഷ്ടതകളും മാറി ഭാഗ്യവും ഐശ്വര്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് കടന്നു വരും. പ്രധാനമായിട്ടും അന്നപൂർണേശ്വരി ദേവിയുടെയും അതുപോലെ തന്നെ വരാഹി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. കുടുംബത്തിന് ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് പണം കായ്ക്കുന്ന ഒരു സമയം തന്നെയാണ്. അതായത് ജൂലൈ 1 മുതൽ ഇവർ സാമ്പത്തികമായി അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരെ തേടിയെത്തും. ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. 2-3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് തിരുവാതിരയും പുണർദവുമാകുന്നു. ഈ 2-3 സ്ഥാനത്തിലുള്ള നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വളരെ അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, അസുഖങ്ങളാകട്ടെ, മറ്റുള്ള നിങ്ങളെ അപമാനിക്കുന്ന നിമിഷങ്ങളാകട്ടെ, ഇതെല്ലാം മാറ്റപ്പെടുകയാണ്. കാരണം ഒരു ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബഹുമാനത്തിൻ്റെ ഒക്കെ അടയാളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ 4-5 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചോതിയും വിശാഖവുമാണ്. ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു നക്ഷത്ര ജാതകരാകുന്നു ഇവർ. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയിൽ മികച്ച വിജയം, അതുപോലെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള വിദ്യാഭ്യാസം ഇവർക്ക് നേടുവാനായിട്ട് കഴിയും. കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം മികച്ച നേട്ടം ഉണ്ടാകും എന്നതിനൊക്കെ യാതൊരു സംശയവുമില്ല. 6-7 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മൂലവും പൂരാടവുമാണ്. വ്യാഴത്തിൻ്റെ രാശി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പലരും കുടുംബപരമായ പല പ്രശ്നങ്ങളിലും വേർപിരിഞ്ഞ് നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ അത്തരത്തിലുള്ള തടസ്സമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയും. 8, 9, 10 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാനും ലോട്ടറി ഭാഗ്യം കടന്നു വരുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെയുള്ളൊരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഇനി ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റപ്പെടാൻ പോകുന്നത്? പ്രധാനമായിട്ടും ദുഃഖദുരിതങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ, വിദ്യാഭ്യാസത്തിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ, ഇത്തരമൊക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളെയും മുൻനിർത്തി ചില വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് തരം പ്രയാസമായാലും അതൊക്കെ മാറ്റപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒന്നുകൂടെ പറയുകയാണ്, ഈ വരുന്ന ജൂലൈ 1 തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഷ്ടതകളില്ല, ദുരിതങ്ങളില്ല. ഒരു വലിയ രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു രാജകീയ പദവിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളായിരിക്കും. മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ പോലും സമാധാനപരമായിട്ടുള്ള കുറച്ചധികം നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതാകുന്നു ഈ 10 നക്ഷത്ര ജാതകർ. ഒന്നുകൂടെ പറയുകയാണ്, രോഹിണി, തിരുവാതിര, പുണർദം, ചോതി, വിശാഖം, മൂലം, പൂരാടം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകർ. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.